ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. ഒത്തിരി ലേറ്റായി പോയി എന്നറിയാം ഇപ്പോൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക്. ബട്ട് എന്നാലും പല പോസ്റ്റുകളും വീഡിയോസൊക്കെ കാണുമ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് വേണ്ടായിരുന്നു. ചലഞ്ചറായിട്ട് വന്ന ഷിഹാസ് കരീം ഇപ്പോഴത്തെ BB കണ്ടസ്റ്റൻ്റായ ലക്ഷ്മിയുമായിട്ടുള്ളൊരു ചെറിയൊരു കോൺവെർസേഷൻ ലൈവിലുണ്ടായിരുന്നു. നിങ്ങൾ ആരൊക്കെ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. പുള്ളി അവിടെ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. 2019 ഈ പറയുന്ന ലക്ഷ്മി ലെസ്ബിയൻ കപ്പിൾസിനെ സപ്പോർട്ട് ചെയ്തിട്ട് തൻ്റെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ലക്ഷ്മിയാണ് പുറത്തുനിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത ലക്ഷ്മിയാണ് വീട്ടിനുള്ളിലേക്ക് വന്ന സമയത്ത് ഒട്ടും നോർമലൈസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെന്നും പുള്ളിക്കാരത്തിയുടെ വീട്ടിലേക്ക് അവരെ കയറ്റില്ല എന്ന് പറഞ്ഞ് നിലപാട് അമ്പേ മാറ്റിയത്. അനീഷിൻ്റെ ആ പ്രയോഗം ഞാനങ്ങ് എടുക്കുവാണ്. അപ്പോൾ എനിക്കെന്തോ അത് ഇരുന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതൊരു ഇരട്ടത്താപ്പ്, അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡ്, അല്ലെങ്കിൽ വല്ലാത്തൊരു ഫേക്കിസം ഫീൽ ചെയ്യുന്നില്ലേ? എനിക്കങ്ങനെ തോന്നി. കാരണം അങ്ങനെ അല്ല എന്നാണെങ്കിൽ പുറമേ നിന്ന് പറഞ്ഞ അതേ സ്റ്റാൻഡിലായിരിക്കണം പുള്ളിക്കാരത്തി ഉള്ളിൽ വന്നും പറയേണ്ടത്. അല്ലെങ്കിൽ പുറത്തും നമ്മളെല്ലാവരും പോയിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഫേസ്ബുക്കിൽ പോസ്റ്റ് നടത്തില്ലല്ലോ, എന്തിൻ്റെ ആവശ്യത്തിനാണെങ്കിലും. അപ്പോൾ അത് മാത്രമാണ് കാര്യം. പിന്നെ അങ്ങനെ ഒരു സ്റ്റാൻഡ് പറഞ്ഞ ഒരാളെ ഈ എല്ലാവരും റിയാസ് സലീം വന്നതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് വാനോളം പുകഴ്ത്തുന്നതിനോട് അത്ര ഒരു ന്യായമുണ്ടോ എന്നുള്ള കാര്യം ഒരു ഡൗട്ടാണ്. 2 ചോദ്യം പുള്ളി ചോദിച്ചു, അതിനുള്ള 2 ഉത്തരം അങ്ങോട്ട് കൊടുത്തു. അന്ന വ്യക്തിയെ ഭൂരിപക്ഷം പേർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ടും ഇപ്പുറം നിൽക്കുന്ന ആളെ 2 അങ്ങോട്ട് പറഞ്ഞതുകൊണ്ടും നമുക്കെല്ലാവർക്കും ഒരിത് തോന്നും, പറയും, സ്വാഭാവികം. എന്ന് വെച്ച് അവർ പറഞ്ഞൊരു കാരണം അത് അക്സെപ്റ്റബിൾ അല്ല. അവർക്കിഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല, അത് അവരുടെ തീരുമാനവും അവരുടെ ഉറപ്പുമാണത്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസമാണത്. അവരെങ്ങനെയാണ് ചിന്തിച്ചു പോകുന്നത്, ആ ചിന്താഗതി മാറ്റം നമ്മളാരുമല്ല. എന്ന് വെച്ച് വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശമായിട്ടുള്ള കാര്യമാണല്ലോ. ആണ്, അതെ. എത്രയോ ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ആൾക്കാർ, നമ്മളെക്കാളും ഉയരത്തിലുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കാരുടെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഓഫീസാണെങ്കിൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നിട്ടുണ്ടാവുമോ? ഉണ്ടാവില്ല. ബസ്സിൽ അങ്ങനെ ഒരാൾ ഇരിക്കുന്നതെന്ന് വെച്ചിട്ട് പോകാതിരിക്കുമോ? ഇല്ല. ഇപ്പോൾ BBയിൽ പോലും അവർ പോയില്ലേ, എന്നിട്ട് അവിടെ നിന്നാണല്ലോ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയത്. അപ്പോൾ അതിനോടങ്ങ് യോജിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതൊരു ഇരട്ടത്താപ്പായിട്ട് തന്നെ തോന്നി.